വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഹിയ ഫണ്ടിലേക്ക് ഹക്കീം അസ്ഹരി നൽകിയ ഒരു സംഭാവന, അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. അദ്ദേഹം നൽകിയ ആ ഫണ്ടിൻ്റെ ആ ഒരു റെസിപ്റ്റ്, അതൊരു പോസ്റ്റർ വലിയ രീതിയിൽ റീച്ചാവുകയും അതിൻ്റെ താഴെയുള്ള ചില കമൻറ്റുകൾ അതൊക്കെ വായിക്കുമ്പോൾ ചിലതൊക്കെ വായിക്കുമ്പോൾ സന്തോഷം, ചിലതൊക്കെ വായിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതിൽ പലരും കോടികൾക്കിടയിൽ ഈ 5000 രൂപ സംഭാവന ഒന്നുമല്ലെങ്കിൽ സമസ്തക്കാർ വളരെ ബഹുമാനത്തോടെ ഇത് സ്വീകരിച്ചെന്നും, അതുപോലെ ഇത്രയും നല്ല ഒരു രീതിയിൽ സഹകരിച്ചതിനെ പറയാൻ വാക്കുകളില്ല എന്നിങ്ങനെ പല രീതിയിലാണ് അതിലേക്ക് കമൻറ്റുകൾ കാണാനൊക്കെ സാധിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഈ ഒരു സഹായം നൽകാനുണ്ടായ, ഈ സംഭാവന നൽകാനുണ്ടായ അതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ചില ആൾ പറയുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു സഹായം, സഹകരണം ചെയ്യുക എന്നുള്ളത് അതെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമൊന്നുമല്ല. അതിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു തൗഫീക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 രൂപ സംഭാവന കൊടുക്കണമെങ്കിൽ അത്രയ്ക്കും പിശാച്ച് അതിനെ തടയും. അതിനിടയിൽ സഹായിക്കാനുള്ള സന്മനസ് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. എന്നിട്ടോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരാൾ ഒരു സംഭാവന നൽകുമ്പോൾ അയാൾ എന്തിന് നൽകി എന്നതിനെക്കുറിച്ച് ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. ഒരാൾക്കും അറിയില്ല അതിൻ്റെ രഹസ്യം. ഒരാൾ നൽകുന്നത്, ആ നൽകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സുള്ള ഉദ്ദേശങ്ങൾ എന്താണ്, അതിൻ്റെ രഹസ്യമായി ചില ആളുകൾ കമൻറ്റിലൂടെ എഴുതിയിട്ടുള്ളത്, നമ്മുടെ ആളുകളിൽ നിന്ന് കോടികൾ പിരിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ന രീതിയിലൊക്കെ ആവശ്യമില്ലാത്ത പല കമൻറ്റുകളൊക്കെ. പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ഈ സുന്നി ഐക്യം എന്നുള്ളത് ചില ആൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അരോചകമാണ്, ഇത് കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. സുന്നി ഐക്യം സമസ്ത മുഷാവറ പ്രഖ്യാപിത നിലപാടാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇതിന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ പാറവെച്ചതും പലതുമൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. നോക്കൂ, പരിശുദ്ധ തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും നാം മനസ്സിലാക്കണം, ആ സ്ഥലത്ത് നമുക്ക് കാണാം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യം തകരും എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. യാ അയ്യുഹൽ മുഹാജിറൂൻ എന്ന് വിളിച്ച സമയത്തോ അൻസാരികളും മുഹാജിറുകളും വേർതിരിഞ്ഞു പോകുമോ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് റസൂൽ പെട്ടെന്ന് അങ്ങനെ നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ. സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രഖ്യാപിത നിലപാടായ ഒരു ആശയമാണ് സുന്നി ഐക്യം. അത് പലർക്കും അതിൽ ചില കാര്യങ്ങൾ അതിനോട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഒരാൾ ഒരു അനൈക്യമുണ്ടായാൽ അതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് പകരം വീണ്ടും ഭിന്നതകളുണ്ടാക്കി, കാരണം നമ്മൾപ്പെട്ട ആളുകൾ തന്നെ പലരും പല രീതിയിൽ വളരെ, അത് ആ കമൻറ്റുകളൊക്കെ വായിക്കാൻ പോലും അത്ര ത്രാണിയില്ല, അത്രക്കും വളരെ മോശമായ രീതിയിൽ ഒരാളെക്കുറിച്ച്, ഒരാളെ മനസ്സിന് വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ, അത് നമ്മുടെ എഴുത്തിലാവട്ടെ, നമ്മുടെ നോട്ടത്തിൽ പോലും. മുത്താ ഹബീബ് പറഞ്ഞത് ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ സത്യവിശ്വാസികളാവൂല എന്നാണ്. പരസ്പരം സ്നേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കലല്ലല്ലോ നല്ലത്.
അതിനൊരു നല്ല വ്യാഖ്യാനം കൊടുക്കലാണല്ലോ ഏറ്റവും നല്ലത്. ഒരു മുസ്ലിമിൻ്റെ ഭാഗത്തൊരു നല്ല പ്രവൃത്തി ഉണ്ടായാൽ, ഇനി മോശമായത് തന്നെ ഉണ്ടായാൽ തന്നെ അതിന് നല്ല വ്യാഖ്യാനം കൊടുക്കലാണ്. ഇത് നമുക്ക് തോന്നിയതുപോലെ അതിൻ്റെ രഹസ്യങ്ങളെ പറയുന്നതൊക്കെ നോക്കൂ. ഒരു സംഭാവന നൽകുക എന്നുള്ളത്, അതിൻ്റെ സത്യസന്ധത നമുക്ക് മനസ്സിലാകുമ്പോൾ സംഭാവന നാം ഇപ്പോൾ ഈ തഹിയ ഫണ്ടിലേക്ക് വേണ്ടി ഇത്രയും പരിശ്രമം നാം ഒക്കെ നടത്തിയത്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം പലരോടും പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉദ്ദേശശുദ്ധി അത്രയും കൃത്യമായത് കൊണ്ടല്ലേ. നാം ഇങ്ങനെ പലരോടും ഇതിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പെട്ടെന്നത് ഏറ്റെടുത്തത് എന്തുകൊണ്ട്? സമസ്ത അങ്ങനെ പറയുമ്പോൾ അതിൽ കൃത്യത ഉണ്ടാകും, അത് സത്യസന്ധമാണ് എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കോടികളിലേക്ക് ഇതെത്താൻ കാരണം. 46 കോടി എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, അത് പണമല്ല, അത് യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസമാണത്. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ രൂപീകരിക്കുമ്പോൾ അതിനൊരു ഭാഗ്യാവൽ, അത് എൻ്റെയും അവകാശമാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെട്ടു പോയാലും അതിവിടെ നിലനിൽക്കും, അപ്പോൾ നമുക്ക് അതിൻ്റെ നന്മ നമ്മുടെ ഖബറിലേക്കും കിട്ടുമല്ലോ. നാം ചെയ്യുന്ന എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. മുത്താ ഹബീബ് പറഞ്ഞത് 3 ഒഴികെ, സുദഖത്തുൻ ജാരിയായ സുദഖ. നമുക്ക് കഴിവിൻ്റെ പരമാവധി ദുനിയാവിൽ നമുക്ക് ചെയ്തു കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം അതുകൊണ്ട് നമുക്ക് നാളെ പരലോകം രക്ഷപ്പെടാൻ സാധിക്കും. അതല്ലാതെ ഈ കാട്ടിക്കൂട്ടൽ ദുനിയാവ് എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു പോകും, ദുനിയാവിൽ ഒരുപാട് പേരും പ്രശസ്തിയും കിട്ടിയിട്ടൊന്നും നേടാനില്ല. എന്ത് നേടാനാണ്? പ്രശസ്തരായ നടന്മാരുടെ ഖബർ അരികിലേക്കൊന്ന് പോകണം. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാലോ. അടുത്ത് മരണപ്പെട്ട പ്രശസ്തരായ നടന്മാർ, പ്രശസ്തരായ ആളുകൾ, അവരൊന്ന് ഇറങ്ങുമ്പോൾ, ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ഓടി നിന്ന് അവരെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്തവർ, കമൻ്റ് അടിച്ചവർ, ലൈക്ക് അടിച്ചവർ, സപ്പോർട്ട് ചെയ്തവർ, ഇന്ന് അവർ ഒറ്റക്കാണ് ആ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാളുമില്ല ഖബറിനിറങ്ങി, ഒരാളുമില്ല. നാം കഴിവിൻ്റെ പരമാവധി ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, ആയ വിഷയത്തെ ആശയപരമായി തന്നെ നേരിടുക. മനസ്സിൽ വൈരാഗ്യങ്ങൾ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോഴേക്കും അതിന് എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അത് വായിക്കുന്നവർക്ക് പോലും അത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ, എന്തിനാണ് ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ എഴുതി ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? അതിൽ എന്ത് കാര്യമാണ്? എന്താണ് നേടാൻ പോകുന്നത്? ഇതുവരെ കിട്ടവർ എന്ത് നേടി? ഇനിയുള്ളവർ എന്ത് നേടാനുള്ളതാണ്? അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ. അള്ളാഹു നാം പാവികൾ, ദോഷികളാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരും സ്നേഹിക്കാനും നല്ല ഒരു മനുഷ്യനായി പെരുമാറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. മനുഷ്യനാണെന്നെങ്കിൽ പരസ്പരം സ്നേഹം, കരുണ, സൽസ്വഭാവം ഇതൊക്കെ വേണം. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.